ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണം. അങ്ങനെ സച്ചി രേവതിയും കൂടി രേവതിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് സച്ചി ഷർട്ട് മാറിയിട്ട് വന്നിട്ട് എല്ലാവരും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാണല്ലോ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, സച്ചി എന്താ ഉണ്ടാക്കിയത്, നീ അങ്ങോട്ട് പോകുമ്പോൾ ഷർട്ടെല്ലാം അങ്ങോട്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ സച്ചി പറയണം, അത് അച്ഛമ്മേ ഞാൻ ചായ കുടിക്കുമ്പോൾ ചായ ഷർട്ടില്ല. അപ്പോൾ രേവതി പറയണം, അതൊന്നല്ല അച്ഛമ്മേ, അല്ല അച്ഛമ്മേ ആണിയുമ്പോൾ ഷർട്ട് കൊളുത്തി. അപ്പോൾ രണ്ടുപേരും രണ്ട് ടൈപ്പ് പറയുമ്പോൾ അച്ഛൻ പറയണത്, ഇതെന്താടാ നീ ഒരു ടൈപ്പ് അവളൊരു ടൈപ്പാണല്ലോ പറയണം. ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വിരുദ്ധമായിട്ടാണല്ലോ പറയണം. അപ്പോൾ സച്ചി പറയണം, അല്ല അച്ഛമ്മേ രേവതി പറഞ്ഞ സത്യ, ഞാൻ ചായ കുടിച്ചിട്ട് ചായ ഷർട്ടിൽ പോയിട്ട് അത് കഴുകാൻ വേണ്ടി എടുത്തപ്പോൾ ഷർട്ട് അണിമ കൊളുത്തി വലിച്ചു. അപ്പോൾ ചന്ദ്രൻ ഇത് കെട്ടുന്ന ചന്ദ്രനാണ് ആ ഷർട്ട് അണിമ കൊളുത്തി വലിച്ചു. അപ്പോൾ പകരം രേവതിയുടെ അമ്മ നിനക്ക് നിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒരു പുതിയ ഷർട്ട് തയ്ച്ചു വെച്ചായിരുന്നു, അപ്പോൾ അവരെടുത്തു തന്നു. പറയുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് നുണ പറയും സച്ചി, ഇങ്ങനത്തെ നുണ പറയരുത് പറയാണ് ചന്ദ്ര. അപ്പോൾ ഇവരാകെ പരിങ്ങാണ്. അപ്പോൾ വർഷം അവിടേക്ക് വർഷ ശ്രീകാന്ത് കൂടി വരുമ്പോൾ വർഷം ചോദിക്കുക എന്താ അവിടെ പ്രശ്നം ചോദിക്കണം. അപ്പോൾ ഇങ്ങനെ ശ്രുതി ഓടി വന്നിട്ട് പറയണം, വർഷ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സച്ചി അങ്ങോട്ട് പോകുമ്പോഴത്തെ ഷർട്ടെല്ലാം അങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് അവരുടെ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷ വർഷയോട് പറഞ്ഞിട്ട് വേഗം വഴക്കുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്രുതി. അപ്പോൾ വർഷ പറയും, അതിനിപ്പോൾ എന്താ പ്രശ്നം, ഞാൻ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാവില്ല, ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇടണം, ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടാവും, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാവില്ല, തിരിച്ചു വരുമ്പോൾ ഞാൻ ഇടുണ്ടാവും, ഇതിലിപ്പോൾ എന്താ അത്ര വലിയ പ്രശ്നം, ഒരു ദിവസം 4 ജോഡി ഡ്രസ്സൊക്കെ മാറാണ്ട്, ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും ഇങ്ങനെ ഒരു വിഷയമാക്കി എടുക്കരുത് എന്നൊക്കെ പറയുന്ന വർഷം. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെ സൈഡിൽ ചേർന്ന് സംസാരിച്ച് വർഷ സന്ദർഭം ലഘൂകരിച്ചു. അപ്പോൾ അച്ഛൻ പറയുക, ശരിയാണെങ്കിൽ ഇപ്പോൾ അതിമ പിടിച്ചു കയറി സംസാരിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് സച്ചിയോടും രേവതിയോടും പറയണം ഒരുങ്ങാൻ പറയണം. അപ്പോൾ വർഷി ശ്രീകാന്തം പറയണം, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാൻ പറയാണ്. അപ്പോൾ ശ്രുതിയോട് പറഞ്ഞു, സുധിയേട്ട ഡെക്കറേഷൻ്റെ ആൾ വരുമ്പോൾ സുധിയേട്ട ഹെൽപ്പ് ചെയ്യണം പറയും. ഞാനോ ആ സുധിയേട്ടൻ അല്ലാണ്ട് വേറെ ആരും അവിടെയുള്ള സുധിയേട്ട ഹെൽപ്പ് ചെയ്യണം പറഞ്ഞിട്ട് ശ്രീകാന്ത് വർഷയും കൂട്ടി പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് രേവതി അകത്തേക്ക് പോകുമ്പോൾ ശ്രുതി പിന്നാലെ വന്നിട്ട് ശ്രുതിയോട് ചന്ദ്രമതി പറയേണ്ടത് എന്താ പ്രശ്നം ഉണ്ടായെന്ന് നമുക്ക് അറിയണം പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് പോകുമ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കണം, രേവതി എന്താ അവിടെ പ്രശ്നം ഉണ്ടായി, എവിടെ നിൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായില്ല, നീ നുണ പറയണ്ട, സച്ചി അങ്ങോട്ട് പോകുമ്പോട്ട് ഷർട്ടെല്ലാം അങ്ങോട്ട് വരുമ്പോഴത്തേക്കണം നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം കണ്ടറിയാം, അങ്ങോട്ട് പോയി സന്തോഷത്തിലല്ല നിങ്ങൾ തിരിച്ചു വന്നിക്കണം, നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം കണ്ടറിയാം എന്താ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്, സത്യം പറയാൻ എന്താ ഉണ്ടായിക്കണം ചോദിക്കണം. അപ്പോൾ രേവതി ചോദിക്കുക, അതിപ്പോൾ ശ്രുതിയോട് പറയണമെന്ന് ഇപ്പോൾ എന്താ ഇത്ര വലിയ നിർബന്ധം ചോദിക്കണം, ഇപ്പം നിനക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലേ, ഇതുപോലെ തന്നെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോഴും എനിക്ക് ദേഷ്യം വരുന്നത്, ഒരു വീട്ടിൽ നമ്മൾ കൂട്ടുകുടുംബമാണ് എല്ലാവരും ഉണ്ട്, പക്ഷേ അവനവൻ്റെ വ്യക്തി ജീവിതങ്ങളാണ്, അത് മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല, നീ എന്നോട് പറഞ്ഞാലും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല, ആൻറ്റി ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ പറയണം. അപ്പോൾ രേവതി പറയണം, എനിക്കറിയാം നീ നിൻ്റെ പൊന്നാൻ്റെയും കൂടിയിട്ട് ഇത് ചകഞ്ഞെടുത്തിട്ട് ഇന്നത്തെ ഞങ്ങളുടെ സന്തോഷ ദിവസം തല്ലിക്കെടുത്തല്ലേ, നടക്കില്ല പൊന്നു മോളെ, പോയി നിൻ്റെ ആൻറ്റിയോട് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് രേവതി ശ്രുതിനെ കളിയാക്കി തിരിച്ചു വിടാണ്. അപ്പോൾ രേവതിയുടെ മുഖത്തൊരു സങ്കടം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രനും അച്ഛമ്മയും കൂടിയിട്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് രേവതി നല്ല ഭംഗിയുള്ള പച്ചക്കളർ സാരിയും ബ്ലൗസും നെക്ലസൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയായിട്ട് കോണിയിറങ്ങി വരുന്നത് കാണുമ്പോൾ അച്ഛമ്മ പറയണം, ഓ എൻ്റെ സുന്ദരിക്കുട്ടി രാജകുമാരി ഇങ്ങോട്ട് വായോ പറഞ്ഞിട്ട് രേവതിയെ വിളിച്ച് അടുത്ത് ചേർത്ത് നിർത്തുകയാണ്. ആ സമയത്ത് സച്ചി പച്ചക്കളർ ഷർട്ട് ഇട്ടിട്ട് വരികയാണ്. സച്ചി, ആ രേവതി നീ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയണം. അതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നാൽ വായി അച്ഛമ്മ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനൊക്കെ കൂട്ടി സെൽഫി എടുക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഇത് കാണുമ്പോൾ സൈക്കിളില്ലേ, ചന്ദ്ര പറയണം, ഓ പിന്നെ എന്നെ വിളിച്ച് വരുത്തിയത് സെൽഫി എടുക്കാനാണോ എന്നൊക്കെ ചോദിക്കണം, ഫംഗ്ഷൻ തുടങ്ങാറായില്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ എല്ലാവരും വരട്ടെ എന്നിട്ട് തുടങ്ങാൻ പറയാണ്. അങ്ങനെ രേവതിയോട് ചോദിക്കും, രേവതി നിൻ്റെ അമ്മയും ദേവും ഒക്കെ വരിലേക്കുമ്പോൾ വരും പറയണം. അങ്ങനെ അവർ വർത്താനം വന്നിരിക്കണത് ശ്രീകാന്തും വർഷയും കൂടി പുറത്ത് പോയി അവർ കേക്ക് മേടിച്ചിട്ട് തിരിച്ചു വരാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഇതെന്താ അത് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയണത് കേക്ക് എന്ത് കേക്കാടാ ചോദിക്കണം ശ്രുതി. അപ്പോൾ പറയുകയാണ്, വൈറ്റ് ഫോറസ്റ്റ് ഏട്ടാ, എന്നാൽ വേഗം മുറിക്കുക, എനിക്കൊരു കഷ്ണം തിന്നാലോ. അപ്പോൾ ഇതിപ്പോൾ മുറിക്കാനല്ല, ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ രേവതി ചേച്ചിക്ക് സച്ചേട്ടനും കൂടി മുറിക്കാനുള്ളതാ പറയാണ് ശ്രീകാന്ത്. അപ്പോൾ അത് അപ്പം മുറിച്ചാൽ മതി, അതിനൊരു കഷ്ണം കൊണ്ട് എടുക്കുക, ഞാൻ കഴിക്കട്ടെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, ശ്രുതി എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി ശ്രുതി ചീത്ത പറയണം. അപ്പോൾ അങ്ങനെ ശ്രുതി ചമ്മിയിട്ട് മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്താണ് ദേവും അമ്മയും രേവതിയുടെ അമ്മയും കൂടിയിട്ട് വരുന്ന സമയത്ത് അവരിങ്ങനെ പേടിച്ചിട്ടാണ് വരണത്. സച്ചിക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ രേവതി ഇവരെ കാണുമ്പോൾ സന്തോഷത്തോടുകൂടി വന്ന്, വായോ അമ്മയും ദേവും വായോ, നിങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ വന്നല്ലേക്ക് സന്തോഷമായി പറഞ്ഞിട്ട് അവരെന്നെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോവാണ്. ആ സമയത്ത് ജയിലിൽ നിന്ന് ആൻ്റണി ഇറങ്ങുമ്പോൾ ആൻ്റണീനെ പൂമാലയിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്നത് വേറെ അല്ല, നമ്മുടെ രേവതിയുടെ അനിയൻ ശരത്താണ്. ശരത്ത് അവിടെ നിൽക്കുമ്പോൾ പറയുകയാണ്, അങ്ങനെ രേവതി ചേച്ചി സച്ചേട്ടനും കൂടിയിട്ട് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, അപ്പോൾ അമ്മയും ദേവും ഒക്കെ അങ്ങോട്ട് പോയേക്കാണെന്ന് പറയുമ്പോൾ ആൻ്റണി അടുത്ത ട്രാപ്പ് മെനയാണ്. ആൻ്റണി പറയുന്നു, നീയും അങ്ങോട്ട് പോകണം, അവർക്ക് ഷർട്ടും സച്ചിക്ക് ഷർട്ടും രേവതി ചേച്ചിക്ക് സാരിയൊക്കെ എടുത്തു കൊടുക്കണം പറയണം. അപ്പോൾ പറയണേ, ഞാൻ എടുത്തു കൊടുത്ത ഷർട്ടൊക്കെ ഊരി വലിച്ചെറിഞ്ഞിട്ടാണ് സച്ചേട്ടൻ പോയി പറയണം, അവൻ എന്തോ ചെയ്തോട്ടെ, നീ ഇന്ന് അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്ന നിനക്കിന്ന് നല്ല വില കിട്ടും. അപ്പോൾ പറയാണ്, വേണ്ട ഞാൻ അവിടെ പോയി അവരുടെ ഫംഗ്ഷൻ വെറുതെ അലങ്കോല എന്തിനാ അതിന് നിൽക്കണ പറയാൻ ശരത്ത്, അല്ല നീ പോയേ പറ്റും, ഇന്ന് നിനക്ക് നല്ല വിലയുണ്ടാവും, അവിടെ നിന്ന് ഒരു വഴക്കുണ്ടാവില്ല പറഞ്ഞിട്ട് ശരത്തിനെ എരുകയറ്റി വിടുകയാണ് ആൻ്റണി.
അവർ 3000 രൂപ ഇടാ പറഞ്ഞിട്ട് കൂടെയുള്ള ആളുടെ അടുത്ത് നിന്ന് 3000 രൂപ മേടിച്ചിട്ട് ശരത്തിന് കൊടുത്തു വിടണം. അങ്ങനെ ശരത്ത് എന്നാൽ ശരി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ആൻ്റണിയോട് ചോദിക്കുകയാണ് അതിൻ്റെ കൂടെയുള്ള ആളെ, എന്തിനാ ആൻ്റണി ഇത്രയും നിന്നോട് ഇത് ചെയ്തിട്ടുള്ള രേവതിനെ സച്ചിനെ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു പണിയുണ്ടോ, ശരത്ത് നിന്ന് അവിടെ പോയി ആ ഫംഗ്ഷൻ കൊളാവും, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാൻ ആൻ്റണി. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോഴേക്കും വർഷയുടെ അമ്മ വരുന്നു, മഹിമ വരുന്നു. അപ്പോൾ ചന്ദ്രമതി ചോദിക്കണം മഹിമയെ കാണുമ്പോൾ, എന്താ മഹിമ എന്നിവിടെ വിശേഷം, നീ എന്താ വന്നേന്നൊക്കെ ചോദിക്കണം. അപ്പോൾ വർഷ പറയണ, അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ അങ്കിൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനെ അമ്മ ക്ഷണിക്കണമെന്ന്. ഞാനാ പറഞ്ഞത് അവരെ ക്ഷണിക്കണം എന്ന് പറയാണ് രവീന്ദ്രൻ. എന്താ മഹിമയെ ഹസ്ബൻഡ് വരാമെന്ന് ചോദിക്കുമ്പോൾ പറയണം അദ്ദേഹത്തിന് ഒഴിവില്ല എന്ന് പറയണം. ഓക്കെ കുഴപ്പമില്ല പറയണം. അപ്പോൾ എല്ലാവരും അപ്പോൾ രേവതിയോട് വന്നിട്ട് പറയണം, രേവതി വിവാഹ വാർഷിക ആശംസകൾ പറയണം. സച്ചി പറയണം എനിക്ക് നിങ്ങളുടെ ഒരു ഗിഫ്റ്റ് വേണ്ട, ഇനി അത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ടെടുത്തതാന്ന് പറയുന്നൊക്കെ പറയണം. അപ്പോൾ മഹിമ പറയണം, ഞാൻ സംഭവിക്കാൻ പാടില്ലാത്ത ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു, നിങ്ങൾ ക്ഷമിക്കണം, ഇതൊന്ന് മനസ്സിൽ വിചാരിക്കണം, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് സച്ചിക്ക് വിവാഹ വാർഷിക ആശംസകൾ നേരെയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. ഇനി ശരത്തിൻ്റെ എൻട്രി ആയിരിക്കും അടുത്തത് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ കഥ അടുത്ത ദിവസം പറയാം. എന്തായാലും എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരുണ്ട്, ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്